കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ സരിയും ശാരിയും കൂടെ ക്യാൻറ്റീനിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് താര അങ്ങോട്ട് വരുന്നുണ്ട്. താര ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങുവാണ്. വന്ന ഉടനെ സരുവിനെ കണ്ടു. സരുവിനെ കണ്ടത് സരുവിന്റെ അടുത്തേക്ക് ഓടി വരുവാണ്. മോളേന്ന് വിളിച്ച് അങ്ങോട്ട് വന്ന് കയ്യെ പിടിക്കാൻ നോക്കുമ്പോ ആ കൈ അങ്ങോട്ട് തട്ടി മാറ്റി. മോളോ? ആരുടെ മോള്? ഞാൻ നിങ്ങളുടെ മോളൊന്നുമില്ല. നിങ്ങളോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കൺമുന്നിൽ വരലെന്ന്. പിന്നെ ഒരു നാണമില്ലാതെ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ. ഈ സമയം ശാരി പറഞ്ഞ് പോട്ടെ മോളെ, അവർക്ക് തലയ്ക്ക് സുഖമില്ലാന്ന് തോന്നേ. അമ്മയല്ലേ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവരെ ഉണ്ടല്ലോ ഇവരുടെ കർണം അടിച്ച് പൊട്ടിക്കുകയോ ചെയ്യണ്ടേ. ഹോസ്പിറ്റലായി പോയി അല്ലെ എന്താന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാന്നു. നിങ്ങൾക്കേ മോളെ വേണമെങ്കിലേ വേറെ എവിടെയും പോയി നോക്ക്, അല്ലാതെ എൻ്റെ അടുത്തേക്കല്ല വരണ്ടേ. എൻ്റെ അടുത്ത് എൻ്റെ അമ്മയുണ്ട്. ഇത് കണ്ടോ, എന്നെ പ്രസവിച്ച് എൻ്റെ അമ്മയെ നിൽക്കണേന്ന് പറയാം. അല്ല, ഞാനാ നിന്റെ അമ്മയെന്ന് പറയണേ. പിന്നെ നിങ്ങളാണ് പോലും എൻ്റെ അമ്മ. ഇതേ ഇവിടെ കുറെ പെൺകുട്ടികളുണ്ട് എന്നെ പോലെ, അല്ലാതെ അമ്മമാരില്ലാത്തവരും ഉണ്ട്. ഒരു കാര്യം ചെയ്യ, നീ അവരുടെ അടുത്തേക്ക് എങ്ങോട്ടും ചെയ്യുക, എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് അവർക്ക് അമ്മയാവാൻ പറയണം. അല്ലാതെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യമില്ല. അങ്ങോട്ട് മാറി നിൽക്കണേന്ന് പറഞ്ഞുകൊണ്ട് താരനെ തള്ളി അങ്ങോട്ട് മാറ്റിയിട്ട് സരിയും അങ്ങോട്ട് പോവാണ്. ഈ സമയം താര ദയനീയമായിട്ട് സരീവിനെ നോക്കുക. സരീവ് മൈൻഡ് ചെയ്ത് പോലും ഇല്ല. ശാരിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സമയത്തെങ്ങാനും എന്തേലും സത്യങ്ങൾ ഇവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ മകളെ തനിക്ക് നഷ്ടപ്പെടും. ഈ സമയം മുറിക്കകത്ത് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് രാഹുൽ ഇരിക്കുവാണ്. അങ്ങനെ രാഹുൽ മുറിക്കകത്തുനിന്ന് പുറത്തേക്ക് പതുക്കെ ഇറങ്ങി വരുവാണ്. ഇറങ്ങി വന്നു കഴിയുമ്പോഴാണ് താരേനെ കാണുന്നത്. താരേനെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് താര രാഹുലിന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കുക. പാഞ്ഞടുത്ത് വന്നിട്ട് ആ കോളറിന് അങ്ങോട്ട് കുത്തിപ്പിടിക്കും. അങ്ങോട്ട് കോളറിനകത്ത് കുത്തിപ്പിടിച്ചിട്ട് എന്റെ മോൾ എവിടെയാന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് രാഹുല് താര നീ ഒന്ന് പിടിവിടുക, ആ അല്ലേ ശ്രദ്ധിക്കും, ആ അല്ലെങ്കിൽ കണ്ടാൽ മോശക്കേടാന്ന് പറയണം. പക്ഷെ ഇതൊന്നും താര മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് നിഷേനെ നിഷയുടെ അമ്മേനെയും കൂട്ടി മനോഹർ അതിലൂടെ വരുന്നത്. മനോഹർ ഈ കാഴ്ച കണ്ടു. കോളറിന് കുത്തിപ്പിടിച്ചിരിക്കുന്നത് പെട്ടെന്ന് മനോഹർ എന്ത് ചെയ്യണം, മേഘനയുടെ അനിയത്തി നിഷയോടും അവരുടെ അമ്മയോടും പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് നടന്നു, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാന്ന് പറയാം. അല്ല റോണിയേട്ടൻ ഇത് അങ്ങോട്ടാ പോന്നെ, ഞാൻ ഇപ്പം വരാം, അങ്ങോട്ട് നടന്നോളാൻ പറയണം. പിന്നീട് നേരെ രാഹുലിന്റെ അടുത്തേക്ക് വരുവാണ്. വന്നിട്ട് ആ പിടിയൊക്കെ അങ്ങോട്ട് പിടിവിക്കുകയാണ് താരയുടെ. എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, ഇത് ഹോസ്പിറ്റലാന്ന് പറയണേ. രാഹുൽ പറഞ്ഞു ഇവിടെ എന്റെ കോളറിന് വന്ന് കുത്തിപ്പിടിച്ചാന്ന് പറഞ്ഞ. ആ കോളറിന് വന്ന് കുത്തിപ്പിടിച്ചില്ലെങ്കിൽ അതിന് തക്കതായ കാരണം കാണുമല്ലോ, ഇല്ലാതെ വന്ന് പിടിക്കത്തില്ലോ, നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടല്ലേന്ന് ചോദിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ട് ശാരി സരയും കൂടെ വരുന്നത്. ക്യാൻറ്റീനിൽ പോയിട്ട് വരുന്ന വരവായിരുന്നു. അപ്പോഴാണ് ഇവരിങ്ങനെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. ഈ കാഴ്ച കണ്ടതും പെട്ടെന്ന് ശാരി വന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പൊ നീ വീണ്ടും ഇങ്ങോട്ട് വന്നില്ലേന്ന് ചോദിക്കണം. സരി പറഞ്ഞു ഇവൾക്ക് കിട്ടിയതൊന്നും പോരാൻ തോന്നേ. അല്ല ഇവളെന്താ മനുവേട്ട ഇവിടെ ഒന്ന് പറഞ്ഞേന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞാന് അതെ എന്തോ മകളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു. ഓഹോ അപ്പൊ ഇവള് വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ, നിന്നെ ഞാനിന്ന് ശരിയാക്കി തരാടിയെന്നും പറഞ്ഞോണ്ട് ഒറ്റ അടി കൊടുക്കുകയാണ് താരയുടെ കാരണത്തിനിട്ട്. താരയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ഈ സമയം മനോഹർ മനസ്സിൽ പറയാം കൊള്ളാം, നല്ല ബെസ്റ്റ് മോള്, അമ്മയുടെ കർണം അടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. രാഹുൽ വരെ ഞെട്ടിപ്പോയൊരു നിമിഷം. ശാരിക്ക് സങ്കടം വന്നു. കാരണം അമ്മേനെയാണ് മോള് തല്ലിയിരിക്കുന്നത്. അവർക്ക് അറിയത്തില്ല കാര്യം എന്താന്ന്. എങ്കിൽ പോലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ശാരി പറഞ്ഞു മോളെ നീ എന്തായി കാണിക്കണേന്ന് ചോദിക്കുക. അമ്മേ ഇവർക്കിട്ടേക്ക് ഇങ്ങനത്തെ ഉള്ള പണി കൊടുക്കണം. മുമ്പ് ഞാനത് വാൺ ചെയ്ത് വിട്ടാ വീണ്ടും വന്നിരിക്കുന്നത് കണ്ടില്ലേ, നശൂലം പിടിക്കാനായിട്ട്. ഇറങ്ങി പോടി അവിടുന്ന് പറഞ്ഞ് പിടിച്ച് തള്ളുവാണ് അങ്ങോട്ട്. ഈ സമയം ശാരിയും പറഞ്ഞു നീ ഒന്ന് പോകുന്നുണ്ടോ താരെ, നീ എന്തിനാ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്നിരിക്കുന്നേ. പെട്ടെന്ന് താര വീണ്ടും വന്ന് രാഹുലിനെ പിടിച്ച കോളറിനൊക്കെ പിടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ശാരി ഇടയ്ക്കിൽ കയറിയിട്ട് പറഞ്ഞു ഇത് എന്റെ ഭർത്താവാ, വരിയേക്ക് പോകാനാ നിന്നോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് താരനെ അങ്ങോട്ട് തള്ളി വിടുവാണ്. താര അങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കിയോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് മനോഹർ പറഞ്ഞു അല്ല അവരെന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പൊ സാരി പറഞ്ഞു എനിക്കറിയത്തില്ല മനുവേട്ടാ, ഞാൻ അവരുടെ മോളാന്നും പറഞ്ഞിട്ട് അവരും വന്നിട്ട് എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത്. അവിടെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയണം. പെട്ടെന്ന് ശാരി പറഞ്ഞു അവരെന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞു ഓർത്തോണ്ട് നീ എന്റെ മോളല്ലാതെ ആവുമല്ലോ, നീ എന്റെ മോള് തന്നെയാന്ന് പറയാണ്. പിന്നെ രാഹുലോട് പറഞ്ഞു കേറി പോടോ മനുഷ്യ അങ്ങോട്ട്, നോക്കിക്കൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ. സാരി പറഞ്ഞു അമ്മ എന്താ വർത്താനാ പറയണേ. പിന്നെ എങ്ങനെ പറയാതിരിക്കും, ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൾ വന്ന് ഇവിടെ കിടന്ന് പറഞ്ഞ് എന്തേലും കാരണമില്ലാതെ അവളിങ്ങനെ വന്ന് പറയോ, നിങ്ങളോടല്ല കേറി പോകാനായിട്ട് നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് രാഹുൽ അങ്ങോട്ട് കേറി പോവാണ്. ആ കുറെ ശാരിയും കൂടെ അങ്ങോട്ട് പോയി. അപ്പൊ മനോഹർ പറഞ്ഞു അല്ല ഇതെന്ത് പറ്റിയത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയണം. ഈ സമയം സരിയ പറഞ്ഞു ശരിയാ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അമ്മ ഇങ്ങനെയൊക്കെ എന്താ പെരുമാറുന്നത്, അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അച്ഛനെന്ന് വെച്ച ജീവനായിരുന്നു, പെട്ടെന്ന് അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. മനോഹർ പറഞ്ഞു അതെ കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും അല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നേ, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. എന്താ മനുവേട്ട അങ്ങനെ പറഞ്ഞേ. അല്ല ഇപ്പൊ തന്നെ ആ സ്ത്രീ വന്ന് അങ്ങനെ പറയണമെങ്കിൽ
എൻ്റെ മോളെ സരിയെന്ന് പറയണമെങ്കിൽ ഒരു പക്ഷെ എന്തെങ്കിലും കാരണം കാണും. എൻ്റെ അമ്മായിച്ചനെ സംബന്ധിച്ച് എന്തോ കാര്യം അവർക്കറിയാം. അതുകൊണ്ട് അമ്മായിച്ചൻ്റെ അടുത്തേക്ക് അവർ അടിക്കടി ഇങ്ങനെ വരുന്നേ. നമ്മൾ ഒരു കാര്യം ഇങ്ങനെ തള്ളിക്കളയലും മോളൂ എന്ന് പറയണം. അത് ശരിയാ മനുവേട്ടാ. പക്ഷെ എന്നാലും ഒരെന്നാലും ഇല്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു കാര്യമില്ലാതെ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരേണ്ട ആവശ്യമുണ്ടോ? ശരിയാന്ന് താരയ്ക്കും തോന്നി. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയണം. അല്ല മനുവേട്ട അങ്ങോട്ടാ പോന്നേ? ഞാൻ പുറത്തേക്ക് ഉണ്ടോ, ഇപ്പോഴല്ലേ പുറത്തുനിന്ന് വന്നേ, പിന്നെ ഇതിനെ വീണ്ടും പുറത്തേക്ക് പോണെന്ന് ചോദിക്കണം. അല്ല പിന്നെ ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ എപ്പോഴാ കോള് വരുന്നത് പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് അതിനകത്ത് കയറുന്ന പ്രാന്ത് പിടിക്കും. എന്നാൽ എന്നെയും കൂടെ കൊണ്ടുപോകാൻ മനുവേട്ടാ. ആ രണ്ട് ഭ്രാന്തരുടെ അടുത്തിരുന്ന് എനിക്ക് തന്നെ ഭ്രാന്താവുമെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അവസ്ഥ എന്താണെന്നറിയാവോ? അതൊക്കെ ശരിയാ മോളൂ. ഇപ്പൊ നീ വേറെ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അത് നീ മറക്കല്ലെന്ന് പറഞ്ഞ. അതൊക്കെ എനിക്കറിയാം. നീ ഒരു കാര്യം ചെയ്യ, നീ അവിടെ പോയിരിക്കേ. ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരാന്നേ. ഈ ബിസിനസ് മീറ്റിംഗ് ഒക്കെ കാണും, അതൊക്കെ കഴിഞ്ഞ് ഞാൻ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ഇങ്ങോട്ട് വരാം. മോളും അവിടെ പോയി ഇരിക്കാൻ പറയാണ്. ശരിയെന്ന് പറഞ്ഞ് മനസ്സോടെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് മനോഹർ മനസ്സ് വിചാരിച്ചു, കൊള്ളാം, നല്ല കളിയായിപ്പോയി. പിന്നീട് മനോഹർ നേരെ ചെല്ലുമ്പോൾ നിഷയുടെ അമ്മയും കാത്തു ഇപ്പുണ്ടായിരുന്നു. അല്ല അവരെ അറിയാവോന്ന് ചോദിക്കുവാണ് അയാളെ. അല്ല അത് പിന്നെ ഞാൻ പെട്ടെന്ന് മനോഹർ പറഞ്ഞു, എൻ്റെ കമ്പനിയിൽ മുമ്പേ ജോലി ചെയ്തുകൊണ്ടിരുന്ന അയാൾ തിരിമറി നടത്തിയതിന്റെ പേരിൽ അയാളെ എൻ്റെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് പറയാണ്. അല്ല മനുവേട്ടൻ ഇവിടെ കമ്പനി ഇല്ലാന്നല്ലേ പറഞ്ഞു, പുറത്താന്നല്ലേ പറഞ്ഞേ? പെട്ടെന്ന് മനോഹർ പെട്ടു. മനോഹർ പറഞ്ഞു, അല്ല ഉണ്ട്, ട്രിവാൻഡ്രത്തും കോഴിക്കോട് എറണാകുളത്തും ഒക്കെ എൻ്റെ ബ്രാഞ്ച് ഉണ്ടെന്ന് പറയാം. ഓ അത് ഞാൻ പറയാൻ വിട്ടുപോയതായിരുന്നു. ബ്രാഞ്ച് ഉണ്ടെന്ന് പറയാം. അവിടുത്തെ ഒരു സ്റ്റാഫായിരുന്നു. ചില തിരിമറികളൊക്കെ നടത്തിയതിന്റെ പേരിൽ അയാളെ ഞാൻ ഒഴിവാക്കിയായിരുന്നു പറയാം. അപ്പൊ അയാൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് മെന്റൽ അസുഖം ഉണ്ടായി. അങ്ങനെ അയാൾക്ക് കുറെ നാളായാലും മെന്റൽ ഹോസ്പിറ്റലൊക്കെ കിടന്ന. പിന്നീട് അയാളുടെ തലക്കിട്ടൊക്കെ ആരോ അടിച്ച് ഇപ്പൊ അയാൾ ആശുപത്രി അഡ്മിറ്റ് ആയിരുന്നു പറയാ. അല്ല അയാളുടെ കോളറിന് വന്നൊരു സ്ത്രീ കുത്തിപ്പിടിക്കുന്ന കണ്ടായിരുന്നല്ലോ, അതാരാന്ന് പെട്ടെന്ന് നിഷയുടെ അമ്മ ചോദിക്കുക. ഓ അതോ, അത് ആ സ്ത്രീ ഉണ്ടല്ലോ, അയാളുടെ രണ്ടാം ഭാര്യയാന്നേ. അയാളെ ആ സ്ത്രീയെ ഭയന്ന് ഒളിച്ചു കഴിയുമായിരുന്നു. ഇന്ന് കയ്യോടെ പിടികൂടി. അതാ പ്രശ്നം. ഇത് മാത്രമല്ല, അയാൾക്കൊരു മോളും കൂടെ ഉണ്ട്, അവക്കും മെന്റലാന്ന് പറയണം. ദൈവമേ, ഇവിടെ കുടുംബത്തോടെ എല്ലാവർക്കും മെന്റലാണോ? എന്ത് ചെയ്യാനെന്ന് പറ. ഈ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ, എന്നിട്ട് എന്തിനാ മനുവേട്ടൻ അയാൾക്ക് മെന്റലാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ മോള്, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സങ്കടം വരും. അതുകൊണ്ടാ അയാളെ രക്ഷിക്കേണ്ട കടമ എനിക്കില്ലേ. കുറെ കാലം അയാൾ എൻ്റെ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്നല്ലേന്ന് ചോദിക്കുക. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ എന്നാലും ഒരെന്നാലും ഇല്ലെന്നേ. പിന്നെ ഇയാളുടെ മോളുണ്ട്, ഇയാളെ മോൾക്കും കുറച്ച് ഭ്രാന്തുണ്ടെന്ന് പറയാ. മോൾക്കും ഭ്രാന്തോ? അതേന്നേ. ഇപ്പൊ ചിലപ്പോ ഒരാൾ ഇപ്പൊ എന്നെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോ അവരുടെ ഭർത്താവെന്നും പറഞ്ഞു എൻ്റെ അടുത്തേക്ക് ഓടി വരും. എന്നിട്ട് ചിലപ്പോ കെട്ടിപ്പിടിച്ചെന്നൊക്കെ ഇരിക്കും. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ടോ പെൺകുട്ടികളെന്ന് നിഷ ചോദിക്കണം. അതേന്നേ. ചിലപ്പം അവർക്ക് തോന്നും അവരുടെ ഭർത്താവാന്ന്. അവരുടെ ഭർത്താവ് അവർ ഉപേക്ഷിച്ചിട്ട് പോയതാ. മനോഹർ എന്നങ്ങണ്ട അയാളുടെ പേര്. അപ്പൊ കണ്ടു കഴിയുമ്പോൾ ചിലപ്പം മനുവേട്ടാന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്ന് പറയാം. ഓ വെറുതെ അല്ല, ഇവരുടെ ഭർത്താവ് ഇവരെ ഇട്ടിട്ട് പോയത്. ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാ ഉപേക്ഷിക്കാതിരിക്കുന്നത് പറയണം. ശരി ശരി, എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ മോനെ എന്ന് പറയണം. ശരി, ഞാൻ എൻ്റെ ബിസിനസ് മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കാം കേട്ടോ എന്ന് പറയണം. കുഴപ്പമില്ല, മോൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി നിഷയുടെ അമ്മ പറയണം. ഈ സമയത്ത് മനോഹർ മനസ്സിൽ പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പം ഇടയ്ക്ക് അങ്ങനെ സരിയോ തന്നെ വന്ന് കണ്ട് മനുവേട്ടാന്ന് പറഞ്ഞ് വന്ന് കെട്ടിപ്പിടിച്ചാലും ഒരു കുഴപ്പമില്ല. അവൾക്ക് ഭ്രാന്താന്ന് ഇവർ വിചാരിക്കുള്ളൂ. തൻ്റെ ഓരോ ബുദ്ധികളെ എന്നോർത്ത് മനോഹർ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് വീട്ടിലെ മുറിക്കുള്ളിൽ ആകെ അവിടെ അസ്വസ്ഥപ്പെട്ട് വെരികിനെ പോലെ നടക്കുവാണ് പ്രകാശന്. പ്രകാശിന് ഇരുന്നിട്ടൊന്നും ഇരിപ്പുറയ്ക്കുന്നില്ല. വിക്രം പറഞ്ഞ കാര്യങ്ങളായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ. താൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണിനെ ഇല്ലാതാക്കും, അവളെ എൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, കല്യാണി കോടതി മുറി വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഇവനെപ്പോലെ ഒരു മകനെ വളർത്തി വലുതാക്കിയ നിങ്ങളെ വേണം ആദ്യമായിട്ട് ശിക്ഷിക്കാനായിട്ട്, നിങ്ങൾക്ക് വേണം ശിക്ഷ കിട്ടാനായിട്ട്. അത് മാത്രമല്ല, താൻ അറ്റാക്ക് വന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ താൻ അനുഭവിക്കണോളൂ. അത്രമാത്രം കൂടുതലൊക്കെ എന്നോട് ചെയ്താ, ഇതിനെ ഇനിയും താൻ അനുഭവിക്കും. അങ്ങനെയൊക്കെ ആ വാക്കുകളൊക്കെ മനസ്സിൽ കൂടെ ഓടിപ്പോയപ്പോൾ പ്രകാശിന് പിന്നെ അവിടെ നിൽക്കാൻ തോന്നില്ല. പ്രകാശൻ ഇറങ്ങി നടക്കുവാണ്. അങ്ങനെ പ്രകാശൻ നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീ കാറിനകത്തിരുന്ന് പ്രകാശിന്റെ ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ട്. പിന്നെ പ്രകാശൻ നടക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ആ സ്ത്രീ പ്രകാശൻ പോകുന്ന വഴിക്കിലെല്ലാം ഉണ്ട്. ആരെ എന്താണെന്നും അറിയത്തില്ല. അവരിങ്ങനെ പിന്തുടരുന്നുണ്ട് പ്രകാശനെ. അതിന്റെ രഹസ്യം എന്താണെന്നും അറിയത്തില്ല. പിന്നീട് പ്രകാശൻ നേരെ ചെല്ലുന്ന കല്യാണിന്റെ വീട്ടിലേക്കാണ്. ചെന്നൊരു കോളിംഗ് ബെല്ലടിക്കുമ്പോൾ നേരെ വന്ന് കഥ തുറന്ന് ദീപയ. പ്രകാശനെ കണ്ടതും ചോദിച്ചു, എന്താ കാര്യം, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കണം. അല്ല ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്ന. എന്നെ കാണാനോ? അതെ, എന്നെ കാണുന്ന എന്തിനാ? അല്ല ഞാൻ ഹോസ്പിറ്റലിൽ അറ്റാക്ക് വന്ന് കിടന്നിട്ട് നീ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലോ. ഞാൻ പ്രതീക്ഷിച്ചു നീ വരുമെന്ന് ദീപേ. ഓഹോ, അതിന് നിങ്ങൾക്ക് എന്നെ പോലെ ഭാര്യ ഇല്ലല്ലോ, നിങ്ങൾക്ക് എന്നെ വേണ്ടാന്നല്ലേ പറഞ്ഞേ. പിന്നെന്തിനാ ഇപ്പം എന്നെ കുറിച്ച് അന്വേഷിക്കുന്നത്? ഞാൻ വന്ന് നോക്കണമെന്നൊക്കെ. അല്ല അങ്ങനെയല്ല, ഒരു മാനുഷിക പരിഗണന വെച്ച.
മാനുഷിക പരിഗണന അതൊക്കെ പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയുള്ള ഒരു പരിഗണന ഇല്ലാന്ന് പറയാണ്. ഈ സമയത്താണ് കല്യാണി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. കല്യാണിയും കണ്ടു, പ്രകാശനെ കണ്ടു. പെട്ടെന്ന് പറഞ്ഞു, വന്നിരിക്കുന്ന കണ്ടില്ലേ മോളെ. അപ്പൊ പ്രകാശൻ പറഞ്ഞു, അതെ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നൊന്നുമല്ല. ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ വലിയ കഷ്ടത്തിലാ. അമ്മയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ജോലിക്ക് പോവാ. അങ്ങനെയുള്ള വരുമാനം കൂടെ കഴിയുന്നേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മരുന്നിന് നല്ല പൈസ വേണമെന്ന് പറയാം. ദേവ് പറഞ്ഞു, ഓ പൈസ ചോദിച്ച് വന്നോണ്ടായിരിക്കും. ഒരു 10-100 വല്ലതും എടുത്തു കൊടുക്ക് കല്യാണി മോളെ. ഇവിടെ എങ്ങനെയാ, ഞങ്ങൾ ഫിഷക്കാരാണെങ്കിലും ശത്രുക്കളാണെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കും. ഇല്ലെങ്കിൽ പൈസ വല്ലതും വേണമെങ്കിൽ 10-100 അതെങ്കിലും കൊടുക്കും. അതെടുത്ത് കൊടുക്കാൻ പറയാണ്. ഇപ്പൊ പ്രകാശന് നല്ല ദേഷ്യം വന്നു. പ്രകാശൻ പക്ഷെ ദേഷ്യം ഉള്ളിലടക്കി. വിക്രം പറഞ്ഞ കാര്യങ്ങളായിരുന്നു മനസ്സിൽ. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കാച്ചാ പിന്നെ ആ കല്യാണി ഇല്ലാതാക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന്. അപ്പൊ അതിന് എത്ര താണാലും കുഴപ്പമില്ല, താണ് വീണ് അപേക്ഷിക്കണം. പിന്നീട് കല്യാണം പറഞ്ഞു, മോള് പറഞ്ഞു കേട്ടില്ലേ, പോയി പൈസ എടുത്തോണ്ട് വരാൻ പറയണം. ഇത് കേട്ടപ്പോ പ്രകാശം പറഞ്ഞു, ഞാൻ അതിന് വേണ്ടിയിട്ടല്ല വന്നേന്ന് പറയണ. പിന്നെയോ എന്ന് ചോദിച്ച് ദീപ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.